ഹായ് ഫ്രണ്ട്സ്, ഞാൻ ചേട്ടൻ്റെ മരണാനന്തരം പോയിട്ട് വന്നിട്ട് കുറേ ദിവസം വീട് പൂട്ടിയിട്ട് പോയതാണല്ലോ. അപ്പോൾ ഇവിടെ തേൻ കുടിക്കാൻ വരുന്ന ഒരു കുഞ്ഞിക്കിളി, കുറേ കുഞ്ഞിക്കിളികളുണ്ട്. പാവം കിളി വിചാരിച്ചു ഏറ്റവും സേഫ് വീടിൻ്റെ ഉള്ളിലാണെന്ന് വിചാരിച്ചു. അങ്ങനെ പാവം കിളി വന്ന് ഒരു കൂടുണ്ടാക്കിയത് എവിടെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഷർട്ട് ആറാൻ വേണ്ടി ഹാങ്ങറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഷർട്ടിലാണ് കുഞ്ഞിക്കിളി കൂടുണ്ടാക്കിയത്. എത്ര കഷ്ടപ്പെട്ടായിരിക്കും അല്ലേ അതൊരു വീട് നിർമ്മിച്ചതല്ലേ. പാവം കുഞ്ഞിക്കിളി കണ്ടോ, എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും. അത്ര ഒരു അടക്കേടെ അത്ര ഉള്ളൂ, ഒരു കുഞ്ഞി കിളിയാണ്. അപ്പം ഞാൻ ഷർട്ടിൽ നിന്ന് മോൻ ഷർട്ട് എടുത്തപ്പോൾ അതെൻ്റെ കയ്യിൽ എടുത്തു തന്നു. ഞാൻ വിചാരിച്ചു മുട്ടയിടുന്നെങ്കിൽ ഇട്ടോട്ടെ, കൂട് നിർമ്മിക്കണമെങ്കിൽ ഇനിയും നിർമ്മിക്കാൻ എന്താ മിനുക്കുപണിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് ഓർത്ത് ഞാനിവിടെ അനക്കാണ്ട് കൊണ്ടുവന്ന്. നമ്മൾ തൊട്ട കാരണം ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു. ഒന്ന് രണ്ട് പ്രാവശ്യം ആ മരത്തിൻ്റെ അവിടെ വന്നിരുന്ന് പോയി, ഒരു പേടി പോലെ. ഇപ്പോൾ കാണുന്നേ ഇല്ല കിളിയെ. ചിലപ്പോൾ മുട്ടയിടാൻ നേരത്താണ് ഇവർ കൂടൊരുക്കുക എന്ന് പറയണ കേട്ടിട്ടുണ്ട്. ജാങ്കോമോൻ ചോറൊക്കെ വടിച്ച് നക്കി കഴിച്ചു. വന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഞാൻ കുപ്പിയിൽ വെള്ളമൊക്കെ പിടിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ഒരു സുഖം തോന്നിയെന്ന് തോന്നുന്നു. അതും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുമായിരുന്നു. പുറത്തൊക്കെ പോയി വന്നു. ഇപ്പം നല്ല മിടുക്കനായിട്ട് കിടക്കാം. ഉറക്കത്തിൻ്റെ അതങ്ങ് മാറിയിട്ടില്ല. ഉറങ്ങിക്കോട്ടാ, ഞാൻ വന്നിട്ട് എണീറ്റേ ട്ടാ. ഉറങ്ങിക്കോട്ടാ. ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ അയൽവാസി അവിടെ ഹൗസ് വാമിംഗ് ആണ് ഈ 30-ാം തീയതി. അവിടെ മിനുക്കുപണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ ഒറ്റപ്പെട്ട പോലെയായിരുന്നു. അപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ നമുക്കൊരു കൂട്ടായി. 2 കുഞ്ഞു മക്കളൊക്കെ ഉണ്ട്, ഒച്ചപ്പാടും ഒക്കെ ഉണ്ടാവും. അവർ വന്നാൽ പിന്നെ ഒരു കൂട്ടായല്ലോ.